ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇത് എവിടെയാണെന്നറിയോ? ഞാൻ ഒരു മരുഭൂമിയുടെ നടുക്കാണ് കേട്ടോ നിൽക്കുന്നത്. ഇത് കണ്ടോ മരുഭൂമിയിലെ കാഴ്ചകൾ? നമ്മളിന്ന് വന്നിരിക്കുന്നത് ഡെസേർട്ട് സഫാരിക്കാണ് കേട്ടോ. അപ്പോൾ ഡെസേർട്ട് സഫാരിയിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് ബാർബിക്യൂ, ഡെസേർട്ട് ഡ്രൈവ്, അങ്ങനെ ബൈക്ക് റൈഡ്സ്, അങ്ങനെ പല ആക്ടിവിറ്റീസ് ഉണ്ട്. ബെല്ലി ഡാൻസ് ഒക്കെ. നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നോക്കാം. ഓക്കെ, വരും. പുറകിൽ നോക്കിയേ മരുഭൂമി. നമ്മൾ മറ്റേ പൃഥ്വിരാജിൻ്റെ ഫിലിം കണ്ടില്ലേ, അതുപോലെ അല്ലേ? ഫുൾ മരുഭൂമി. കേട്ടോ, സൂര്യൻ അസ്തമിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ നിന്നിട്ട്. എന്തൊരു കാറ്റാണ്. നമ്മൾ പൃഥ്വിരാജിൻ്റെ ഫിലിമിലൊക്കെ കണ്ടത് എന്താണെന്ന് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാവണം. ശരിക്കും അത് ഫീൽ ആവുന്നുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം. അസ്തമയ സൂര്യൻ്റെ ഒരു ഭംഗിയല്ലേ. ഇതാ നമ്മുടെ ആ ക്യാമ്പാണ് കേട്ടോ. ഇത് കഴിഞ്ഞ പ്രാവശ്യം ക്യാമ്പിലെത്തി വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് പാർട്ടിൽ സ്റ്റോപ്പ് ചെയ്തത്. ഇനി നമ്മൾ ഇവിടെയുള്ള ആക്ടിവിറ്റി ഫസ്റ്റ് ഒരു ക്യാമൽ റൈഡായിരുന്നു. അങ്ങനെ ആ ക്യാമലിൻ്റെ മുകളിൽ ഒരു കണക്കിന് വലിഞ്ഞ് കയറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമലും എണീറ്റ് നിൽക്കുമ്പോൾ ബാക്ക് സൈഡ് ആദ്യം പൊങ്ങും, അത് കഴിഞ്ഞിട്ടാണ് ഫ്രണ്ട് പൊങ്ങുന്നത്. എൻ്റെ ദൈവമേ, നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പേടിയാണ്. നമ്മൾ മുറുക്കെ പിടിച്ചിരിക്കും. ഞാൻ കയറിയത് ക്യാമൽ മോഹൻലാലിൻ്റെ എന്തോ ബന്ധുവാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അത് നിൽക്കുമ്പോൾ തന്നെ ചെരിഞ്ഞിട്ടാണ് നിൽക്കണം ഒരു സൈഡിലേക്ക്. ഞാൻ എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് നിന്നതെന്ന് എനിക്കറിയില്ല. താഴെ വീഴുമോയെന്ന് ശരിക്കും പേടിയായിപ്പോയി. അങ്ങനെ അത്രയും ഇതായിട്ടാണ് നിന്നത്. തിരിച്ച് നിർത്തുമ്പോഴാണെങ്കിൽ ഫസ്റ്റ് ആ ഫ്രണ്ടിലെ 2 മുട്ടുകാലം പെട്ടെന്ന് അങ്ങോട്ട് മടക്കും. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് കുത്തനെ നിൽക്കുക, പിന്നെയാണ് ബാക്ക് സൈഡിലെ കാല് കുത്തുള്ളൂ. ശരിക്കും പേടിയാവും. അതാ അതിൻ്റെ സീനാണ് കേട്ടോ ഇത്. ഇറങ്ങുന്ന സീനാണ്. ഇത് നോക്കി അതൊരു ചവിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ ജീവൻ കളഞ്ഞിട്ട് അതിൻ്റെ മുകളിലിരിക്കുന്നത്. താഴെ എങ്ങാനും ചെരിഞ്ഞു പോയാൽ താഴെ എത്തുമോ? അത് ഇത്ര ഹൈറ്റിൽ നിന്നല്ലേ വീഴുന്നത്. അധികം ഹൈറ്റില്ലാത്ത ജീവിയല്ലേ, നല്ല പൊക്കമുള്ളതല്ലേ. അപ്പം നമുക്ക് നല്ല പേടിയാവും. വെറുതെ പല്ല് കാണിച്ച് ചിരിക്കണമെന്നേ ഉള്ളൂ. ടെൻഷൻ അടിച്ച് ചത്ത് അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങണം വരെ. അതിൻ്റെക്ക് ഫോട്ടോ എടുക്കുക, ചിരിച്ച് കാണിക്കുന്നൊക്കെ പറയുന്നുണ്ട്. വെറുതെ പല്ല് മാത്രം കാണിച്ചിട്ടുള്ളൂ. വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പുറത്തിറങ്ങണ വരെ ടെൻഷൻ അടിച്ച് തന്നെ ഇരിക്കുന്നത്. ഇത് കണ്ടില്ലേ? അത് ഇരിക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ വേദന എടുത്തിട്ട് വയ്യായിരുന്നു. പിന്നെ അതാ നമ്മളുടെ ഡിന്നറാണ് കേട്ടോ. അത് സാലഡ്സാണ്. പല ടൈപ്പ് സാലഡ്സൊക്കെ ഉണ്ട്. ഫുൾ ഇങ്ങനെ അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം റൈസ് ഐറ്റംസ് ആയിരുന്നു. റൈസ് ഐറ്റംസിൽ ബിരിയാണി റൈസ് ഉണ്ടായിരുന്നു, നൂഡിൽസ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് കറി ഐറ്റംസ്, അങ്ങനത്തെ കുറച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ എന്താ പറയുക, റോട്ടീസും പിന്നെ ഗ്രിൽ ഐറ്റംസും അങ്ങനത്തെയൊക്കെ കുറേ. അത് അവർ ലൈവായിട്ട് ഗ്രില്ല് ചെയ്ത് തരുമായിരുന്നു കേട്ടോ അവിടെ. ഇതൊക്കെ റോട്ടിയാണ്. പിന്നെ ലൈവായിട്ട് അവിടെ ഗ്രില്ല് ചെയ്ത് തരുമായിരുന്നു. അത് കണ്ടില്ലേ? അടുപ്പൊക്കെ വെച്ചിട്ട് അങ്ങനെ ഡയറക്റ്റായിട്ട് അപ്പോൾ തന്നെ ലൈവായിട്ട് ഗ്രില്ല് ചെയ്ത് തരുമായിരുന്നു. പിന്നെ അതിന് ശേഷം ഇത് സ്വീറ്റ്സാണ് കേട്ടോ. ഫ്രൂട്ട്സ്, സ്വീറ്റ്സ്. ഇതാ ഈ കാണുന്നത് നമ്മുടെ പായസം, സേമിയ പായസമാണത്. പിന്നെ അതിന് ശേഷം ഇത് ഫിഷാണ് കേട്ടോ. ഫിഷ് അത് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഇത് വെജിറ്റേറിയൻസിനുള്ളതായിരുന്നു. സമൂസയൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ എടുത്തു എല്ലാവരും. അപ്പം നമ്മൾ പ്രോഗ്രാമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡി ആയിട്ടിരുന്നു. കഴിച്ച് പകുതി ആകുമ്പോഴേക്കും പ്രോഗ്രാം തുടങ്ങി. പ്രോഗ്രാമൊക്കെ ഞാൻ അടുത്ത പാർട്ട് 3 ഇടാം കേട്ടോ. കാരണം ഇത് ഇത്തിരി ലോങ് വീഡിയോ ആയി പോവും, അതുകൊണ്ടാണ്. അതിന് ശേഷം ഒരു മൈലാഞ്ചി അവിടെ ഇടുന്നുണ്ടായിരുന്നു. ഞാനും ഇട്ടൊരു കുഞ്ഞ് ഡിസൈൻ. അങ്ങനെ മൈലാഞ്ചിയും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ ആണ് കേട്ടോ മെയിൻ ഹൈലൈറ്റ്. ഇതിൻ്റെ മെയിൻ എന്താ പറയുക, അട്രാക്ഷൻസും കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിലാണ്, പാർട്ട് 3 അപ്പോൾ അതാരും കാണാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയറും കമൻറ്റും ചെയ്യുക. ബൈ.